ഹായ്, ഞാനിപ്പോൾ കന്യാകുമാരിയിലാണ്. നമ്മുടെ കടലിന് മീതെയുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ണാടിപ്പാലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 37 കോടി രൂപ മുടക്കി വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തെയും തിരുവള്ളുവരിൻ്റെ പ്രതിമയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. രാജ്യത്തെ കടലിന് മീതെയുള്ള ആദ്യത്തെ കണ്ണാടിപ്പാലം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് ഈ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്തത്. വിവേകാനന്ദ പാറയിൽ വരുന്നവർക്ക് കടലിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം കാരണം തിരുവള്ളൂർ പ്രതിമയ്ക്കരികിൽ പലപ്പോഴും പോകാൻ സാധിക്കത്തില്ലായിരുന്നു. നമ്മുടെ വിവേകാനന്ദ പാറയുടെ അവിടെ നിന്നിട്ടും മറ്റൊരു ബോട്ടിൽ വേണമായിരുന്നു നമുക്ക് ആ കാണുന്ന തിരുവള്ളൂരിൻ്റെ പ്രതിമയ്ക്കരികിൽ പോകാൻ വേണ്ടി. അപ്പോൾ അത് കാലാവസ്ഥ ഭയങ്കര കാറ്റും കാര്യങ്ങളും ആണെങ്കിൽ പിന്നെ ബോട്ട് പോകത്തില്ല. അങ്ങനെ പലപ്പോഴും ഈ ഒരു വിവേകാനന്ദ പാറ മാത്രം കണ്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ഇതിന് ഒരു പരിഹാരം എന്നോണമാണ് ഇപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ നടുവിലായിട്ട് ഈ കാണുന്നത് നല്ല കട്ടിയുള്ള കണ്ണാടികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തൂക്കുപാലത്തിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. ഈ കണ്ണാടിപ്പാലം കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് രാവിലെ ഒരു 6 മണിക്കെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് കന്യാകുമാരിയിൽ അവിടെ എത്തിയിരിക്കണം. ഒത്തിരി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഉച്ചക്കത്തൊക്കെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടത്തുള്ളൂ. കാരണം നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഒരു 2-3 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് ടിക്കറ്റ് ആദ്യം തന്നെ എടുത്ത് അകത്തേക്ക് കയറാം. 75 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ സ്പെഷ്യൽ ചാർജ് എന്നൊക്കെ ഒരു 300 രൂപയുടെ ടിക്കറ്റ് വേറെയുണ്ട്. ആ 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് നേരെ പോകാം. പക്ഷേ നമ്മൾ രണ്ടുപേരും 75ൻ്റെയും 300ൻ്റെയും ആൾക്കാർ ഒരു ബോട്ടിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നേരത്തെ വരിക, 75ൻ്റെ ടിക്കറ്റ് എടുക്കുക, പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും ഇവിടെ വന്നാൽ. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ ആയതുകൊണ്ട് പേടിക്കാതെ നമുക്ക് എല്ലാം പോയി കാണാം.